ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിലായി പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവ് വിതരണം ചെയ്യും. നിയമിതരായവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് നിയമനങ്ങൾ നടക്കുന്നത്. റോസ്ഗാർ മേളയുടെ ഭാഗമായി നാളെ രാവിലെ പാലക്കാട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായവർക്ക് അദ്ദേഹം നിയമന കത്തുകൾ കൈമാറും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത് ഷാ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം, ബിജെപി വാർഡുതല നേതൃസംഗമ ഉദ്ഘാടനം, ബിജെപി സംസ്ഥാന നേതൃയോഗം എന്നിവയാണ് നാളെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ പരിപാടികൾ. വൈകിട്ട് കണ്ണൂരിലേക്ക് തിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും. ശാസ്ത്രീയ ഇടപെടലിലൂടെ കാർഷിക രംഗത്ത് രാജ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഓൾ സെയിന്റ്സ് കോളേജിൽ സംഘടിപ്പിച്ച ശുചിത്വ വാരാചരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും പരിസ്ഥിതിയുടെ സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്തമായി കാണണമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇടുക്കിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വനമേഖലയ്ക്ക് പുറമെ വൃക്ഷവത്കരണ വ്യാപനത്തിന് വനം വകുപ്പ് ട്രീ ബാങ്കിംഗ് പദ്ധതി നടപ്പാക്കുന്നു. വൃക്ഷത്തൈകൾ നട്ടുവളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ കർഷകർക്ക് സാമ്പത്തിക പ്രോത്സാഹനം, വാർഷിക ധനസഹായം തുടങ്ങിയ ആനുകൂല്യങ്ങൾ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. വിദ്യാർത്ഥികളുടെ നന്മയെ കരുതിയുള്ള തീരുമാനമാണ് കീം വിഷയത്തിൽ സർക്കാർ എടുത്തിട്ടുള്ളതെന്ന് മന്ത്രി ആർ ബിന്ദു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുൻപ് തുടർന്നുവന്ന രീതി ഈ വർഷം തുടരേണ്ടതായി വന്നിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. നേര്യമംഗലം വാളറ ദേശീയപാതാ വികസനത്തിന് മരം മുറിക്കാൻ വനം വകുപ്പ് കൂട്ടുനിന്നതായുള്ള റിട്ട് ഹർജിയിലെ ആരോപണം അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ഈ വിഷയത്തിൽ റോഡ് പണി കോടതി സ്റ്റേ ചെയ്തു എന്ന പ്രചാരണം തെറ്റാണെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അവലോകന യോഗം ചേർന്നു. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ തർക്കം രൂക്ഷമായി തുടരുന്നു. രജിസ്ട്രാർ അയച്ച ഫയലുകൾ വിസി ഒപ്പിടാതെ തിരിച്ചയച്ചു. സസ്പെൻഷനിലുള്ള ആൾ എങ്ങനെ ഫയൽ അയക്കുമെന്ന് വിസി ചോദിച്ചു. എന്നാൽ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതലയുള്ള മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ വിസി ഒപ്പിട്ടു. ബിജെപി പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 4 ജനറൽ സെക്രട്ടറിമാരും 10 വൈസ് പ്രസിഡന്റുമാരും അടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിച്ചത്. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ്. സുരേഷ്, അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. 10 സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കും. ജൂലൈ 13-നാണ് പ്രതിഷ്ഠ നടക്കുക. 80 ദിവസം നീണ്ടുനിൽക്കുന്ന ആറന്മുള വള്ളസദ്യയ്ക്കായി അടുപ്പിൽ അഗ്നി പകർന്നു. മറ്റന്നാളാണ് വള്ളസദ്യ തുടങ്ങുന്നത്. പാലക്കാട് സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി അകത്തേത്തറ ചാത്തൻകുളങ്ങര ദേവസ്വവും കേരള ക്രിക്കറ്റ് അസോസിയേഷനും പാട്ടക്കരാർ ഒപ്പുവച്ചു. 30 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബഹുപദ്ധതിയുടേതാണ് പാട്ടക്കരാർ രജിസ്ട്രേഷൻ. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഹരിയാനയിൽ ഭൂചലനം. ജജ്ജാറിലാണ് റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഡൽഹിയിലെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സ്മാർട്ട് കാർഡ് നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പിന് തുടക്കമായി. പുനരധിവാസ പദ്ധതിക്കായി സർക്കാർ പ്രഖ്യാപിച്ച 402 ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ സ്മാർട്ട് കാർഡ് നൽകുക. പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് നടക്കും. സാംസ്കാരിക സമ്മേളനം നാളെ വൈകിട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ദേവസ്ഥാന സ്ഥാനികരെയും മുതിർന്ന പൂരക്കളി കലാകാരന്മാരെയും ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.